വട്ടം പറയുന്നു എനിക്ക് മാതാവ് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി എനിക്കിവിടെ തന്നു എന്ന് പറഞ്ഞ്. ഇന്ന് വന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തേക്കുന്നത് അതിനു വേണ്ടി. എൻ്റെ പേര് വത്സമ്മ, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോനാണ്. ആക്ച്വലി ഞാൻ മോന് വേണ്ടിയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പം മോൻ പറഞ്ഞതുപോലെ അല്പം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അവൻ CA ഫൈനൽ ആയി. അപ്പോൾ അതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകമായി അവൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരീക്ഷകളെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റിയത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഓരോ എക്സാമിനും അവൻ പരീക്ഷ എഴുതുമ്പോൾ അവൻ എല്ലാ എക്സാമും വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളായിരുന്നു, ഹീ കുഡ് നോട്ട് കംപ്ലീറ്റ് ദി എക്സാം. ഒരു 15-20 മാർക്കിൻ്റെ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൂട്ടത്തിൽ കാശുരൂപം കൊണ്ടുപോയി അത് വെച്ച് പ്രാർത്ഥിച്ച് അവൻ പരീക്ഷ ചെയ്തതിൻ്റെ ഫലമായി അവൻ ലാസ്റ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ടായിരുന്നെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷത്തിന് അമ്മ വക തന്നു. പിന്നെ മറ്റ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കട്ടപ്പന എന്ന സ്ഥലത്ത് പ്രതീക്ഷാഭവനുണ്ട്. അവിടെ മെൻ്റലി റിട്ടാർഡായിട്ടുള്ളവരും പിന്നെ ഒത്തിരി പ്രായം ചെന്നവരുമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരെ കുളിപ്പിക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയും കുറേ സമയം 1-2 മണിക്കൂറൊക്കെ അവരുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്, കാരണം അവരോട് ആരും സംസാരിക്കാനില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു സംസാരിക്കുമ്പോൾ അവരൊത്തിരി ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അവർ പറയും ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പറിനെ കൊടുത്തു കഴിയുമ്പോൾ അവരൊത്തിരി സന്തോഷമാകുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങൾ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളൊക്കെ ഞാൻ 1-2 ദിവസത്തിനകം ഒന്നെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഓരോരുത്തർക്കും അവിടെ നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു മുഖമൊക്കെ വല്ലാത്തതുപോലെ കാണിക്കും. പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ അത് ഞാനൊരു സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കും. പിന്നെ ദിവ്യബലിയിലൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. പിന്നെ പ്രാർത്ഥനാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജപമാല ഒരു 3-4 ജപമാലയൊക്കെ എത്തിക്കും. പിന്നെ ബൈബിള് വായിക്കും. അങ്ങനെ പിന്നെ പറ്റുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ സാക്ഷ്യം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിലെ